ബീഹാറിന്റെ മണ്ണ് ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. പുതിയൊരു മാറ്റത്തിന്റെ അലയൊലിയിൽ ബീഹാറിൽ തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്താകമാനം അത് വീശിയടിക്കുകയാണ്. ജനം പ്രതീക്ഷയിലാണ്. ബീഹാറിലും ഡൽഹിയിലും വരാനിരിക്കുന്ന കോൺഗ്രസ് ഭരണം രാജ്യത്തെ 146 കോടി ജനത്തിന്റെ ആഗ്രഹ സഫലീകരണമാണ്. ഇപ്പോഴിതാ ബീഹാറിന്റെ മണ്ണിലേക്ക് കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. മഹാസഖ്യത്തിന്റെ ബീഹാർ മുന്നേറ്റത്തിന് കാഹളം മുഴക്കാൻ കോൺഗ്രസിന്റെ 40-ലധികം സ്റ്റാർ പ്രവാചകരാണ് രംഗത്തിറങ്ങുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര, കനയ്യകുമാർ, സ്വതന്ത്ര MP പപ്പു യാദവ് എന്നിവരും ബീഹാറിന്റെ ചുമതലയുള്ള AICC അധ്യക്ഷൻ കൃഷ്ണ അല്ലവരു, ബീഹാർ കോൺഗ്രസ് മേധാവി രാജേഷ് റാം, കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ഭൂപേഷ് ബഗേൽ, സച്ചിൻ പൈലറ്റ്, രൺബീർ സുർജേവാല, സയ്യിദ് നസീർ ഹുസൈൻ, മുതിർന്ന നേതാക്കളായ അശോക് ഗെലോട്ട്, താരിഖ് അൻവർ, ഗൗരവ് ഗൊഗോയ്, മുഹമ്മദ് ജാവേദ്, അഖിലേഷ് പ്രസാദ് സിംഗ് എന്നിവരും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖു, മുതിർന്ന നേതാക്കളായ ദിഗ്വിജയ് സിംഗ്, അധിർ രഞ്ജൻ ചൗധരി, മീരാകുമാർ, രൺജിത് സിംഗ് ചന്നി, അൽക്ക ലാംബ, പവൻ ഖേര, ഇമ്രാൻ പ്രതാപ് ഗർഹി, ഷക്കീർ അഹമ്മദ്, രഞ്ജിത് രഞ്ജൻ, രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്, അനിൽ രാജി ഗം എന്നിവരും ഉൾപ്പെടുമെന്നതാണ് പുറത്തിറക്കിയ പ്രചരണ പട്ടികയിൽ പറയുന്നത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി ബീഹാറിൽ ബഗുസാരയിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള മുഖമാണ് പ്രിയങ്ക ഗാന്ധി എന്നിരിക്കെ ബീഹാറിന്റെ മണ്ണിൽ കാലുകുത്തുന്ന ജൂനിയർ ഇന്ദിര ബീഹാറിന്റെ സ്പന്ദനമായി മാറുമെന്നത് ഉറപ്പാണ്. അവരുടെ വാക്കുകൾക്കായി ബീഹാറിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും യുവാക്കളും കർഷകരും തുടങ്ങി ആബാലവൃത്തം ജനങ്ങളും സാഗൂതം കാത്തിരിപ്പാണ്. NDA പാളയത്തിൽ വിഘടനത്തിന്റെ വിള്ളലുകൾക്ക് വ്യാപ്തി വർദ്ധിക്കുകയാണ്. അത് BJPയെ തെല്ലൊന്നുമല്ല ഭയചകിതരാക്കുന്നത്. രാഹുൽ ഗാന്ധി ബീഹാറിന്റെ മണ്ണിൽ BJPയുടെ വോട്ട് ചോരി ഉയർത്തിക്കാട്ടി ജനത്തോടൊപ്പം നടത്തിയ വോട്ടധികാര യാത്ര അതിൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായി തറച്ചതോടെയാണ് മോദിയുടെ തകർച്ച പൂർണ്ണമായും മോദിക്ക് മനസ്സിലായത്. വോട്ട് ചോരി ഗദ്ദി ചോട്ട് ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ വേരൂന്നിയത്. ഇന്ന് നിങ്ങളുടെ വോട്ടുകൾ അവർ BJP മോദിയും സംഘവും മോഷ്ടിച്ചു. നാളെ നിങ്ങളുടെ റേഷൻ അവർ കവർന്നെടുക്കുമെന്ന് രാഹുൽ ഗ്രാമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ എളുപ്പം ഗ്രാമീണർക്കത് മനസ്സിലാവുകയായിരുന്നു. ബീഹാർ സംസ്ഥാനത്ത് ആകെ ജനസംഖ്യ 13 കോടിയിലധികമാണ്. ഇതിൽ പിന്നാക്ക വിഭാഗം 27%, അങ്ങേയറ്റം പിന്നാക്ക വിഭാഗം 36%, വിശദമായ കണക്കുകൾ പറയുന്നത്. ഇവ രണ്ടും ചേരുമ്പോൾ ജനസംഖ്യയുടെ 63% വരും. ഈ 63 ജനവിഭാഗത്തിലേക്കാണ് രാഹുൽ ഗാന്ധി നടന്ന് കയറിയത്. കൂടെ തന്നെ തേജസ്വി യാദവ് എന്ന ബീഹാറിന്റെ യുവ പ്രസരിപ്പ് കൂടിയായപ്പോൾ അത് ഒരു കുതിപ്പായി ഗ്രാമത്തെ പൊതിയുകയായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഉപമുഖ്യമന്ത്രിയായി ബീഹാറിന്റെ ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന തേജസ്വി യാദവിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. എന്നിരിക്കെ രാഹുൽ എന്ന പ്രഭാവം കൂടി ഒത്തുചേർന്നപ്പോൾ അതാണ് ബീഹാർ സംസ്ഥാനത്ത് പ്രതീക്ഷയുടെ തിരയടി ഉയർന്നത്. കോൺഗ്രസിന്റെ ഒരു കുതിപ്പാണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഓരോ കോൺഗ്രസുകാരന്റെയും സാഫല്യം എന്നിരിക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തൻ്റെ സഹോദരൻ എന്ന നിലയിലും ജൂനിയർ ഇന്ദിര രാഹുലിന് കൊടുക്കുന്ന പിന്തുണ അതിപ്രധാനം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓരോ ചെറു നീക്കവും രാജ്യം കുലങ്കഷിതമായി അതിപ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൊടുമ്പിരി കൊള്ളുന്ന രാഷ്ട്രീയ ഗോതയിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ നാളെ 2 ദിവസത്തെ പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി കൂടി ഇറങ്ങുമ്പോൾ അത് ബീഹാറിൽ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടും. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും മുസാഫറിൽ ഒരേ വേദിയിൽ എത്തുന്നതോടെ NDA സോഷ്യൽ മീഡിയ പാണന്മാർ പാടി നടക്കുന്ന ഇന്ത്യ മുന്നണി തർക്കങ്ങൾക്ക് വിരാമമാകും. ഓരോ അണിവിട നീക്കത്തിലും രാഹുൽ ഗാന്ധി മോദിയുടെ ജനദ്രോഹപരമായ നീക്കങ്ങൾ പല രീതിയിൽ ജനത്തിനു മുമ്പിൽ നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലമത്രയും. അന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതാണ് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കഴുകന്മാർ എന്തിനാണ് പറക്കുന്നത് എന്ന്. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി രാഹുൽ അത് ചോദിച്ചപ്പോൾ മോദിക്കത് കൊണ്ടു. തുടർന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, കഴുകന്മാർ പറക്കുന്നത് എന്തുകൊണ്ടാണെന്ന്
വ്യക്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും ഭാരതീയ ജനതാ പാർട്ടിയെയും ലക്ഷ്യം വെച്ചായിരുന്നു ഈ പരാമർശം. ഈ സാഹചര്യത്തിന് അവർ എങ്ങനെ ഉത്തരവാദികളായെന്നും അദ്ദേഹം പറഞ്ഞു. ദയവായി ഒരു കാര്യം നിങ്ങൾ ജനങ്ങളോട് പറയൂ. ആ കഴുകൻ എന്തിനാണ് ഇവിടെ പറക്കുന്നത്? ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം നരേന്ദ്രമോദിയാണ്, ഇതിന് കാരണം RSS ആണ്, ഇതിന് കാരണം BJP ആണ് എന്നും അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ മോദിക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയാതെ ശരശയിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയിലെത്തുകയാണ്. ഇത്തരം കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്ക് പക്ഷേ മോദിക്കൊരു ഉത്തരവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൗനം പോകി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് അപമാനമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പറയുന്നത്. പടയൊരുക്കുമോ പടപ്പുറപ്പാടോ അല്ല കോൺഗ്രസ് മോദിക്കെതിരെ നടത്തുന്നത്, നീതി കൊണ്ടുള്ള ആക്രമണമാണ്. ജനാധിപത്യം എന്ന സർവ്വസൈന്യ പ്രവാഹത്തെ മുന്നിൽ നിർത്തിയുള്ള ധർമ്മയുദ്ധം. ആ ധർമ്മയുദ്ധത്തിന്റെ ചുക്കാൻ പിടിക്കാൻ സർവ്വസൈനിക സന്നാഹങ്ങളുമായി കോൺഗ്രസ് മുൻനിര പടയാളികൾ ബീഹാറിലേക്ക് കുതിച്ച് പടയോട്ടം തിരിക്കുകയാണ്. ഇനി ബീഹാർ ഇളകി മറിയും. മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം NDA BJPയുടെ അന്തകനാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.